ഓതാൻ അറിയില്ല ഉസ്താദേ, ഞാൻ മദ്രസയിലൊന്നും പോയിട്ടില്ല. എന്നാൽ ഖുർആൻ വെറുതെ നോക്കിയിരിക്കണം. ഓരോ പേജും ജസ്റ്റ് ഇങ്ങനെ മറിച്ചു വിടുക, വെറുതെ ഇങ്ങനെ നോക്കി ഓരോ വരിയിൽ നോക്കുക, കൂലി കിട്ടും. വല്ലദീ യതകഅഉ ലഹു അജ്റാൻ, വിക്കി വിക്കി ഓതുന്നവന് 2 കൂലിയുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പരിശ്രമിക്കുക. നീ ഓതാൻ അറിയില്ലേ, വെറുതെ നോക്കിയിരിക്കുന്നതിൽ കൂലി നൽകുന്ന ഗ്രന്ഥം വിശുദ്ധമായ ഖുർആൻ. കുറച്ച് വസ്തുക്കളിലേക്ക് നോക്കൽ പുണ്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതിലൊന്ന് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖമാണ്. ഉമ്മയുടെ മുഖത്ത്, വാപ്പയുടെ ഉമ്മയുടെ മുഖത്ത് വെറുതെ നോക്കിയിരുന്നാൽ കൂലി. മറ്റൊന്ന് സംസം വെള്ളം, ജസ്റ്റ് അതിലേക്കൊന്ന് നോക്കണം കുടിക്കുന്നതിന് മുമ്പ്, നോക്കൽ കൂലി. അവിടെ ശ്രേഷ്ഠതയുള്ള വെള്ളമാണ്. പവിത്രമാക്കപ്പെട്ടതാകുന്ന കഅബ നോക്കിയിരിക്കൽ കൂലിയാണ്. തവാഫ് കഴിഞ്ഞു, ആ കഅബയുടെ പരിസരത്ത് വന്ന് ദൂരെ മാറി നിന്നിട്ട് മതാഫിലെവിടെയെങ്കിലും നിന്നിട്ട് കഅബ ജസ്റ്റ് നോക്കിയിരിക്കൽ കൂലിയാണ്. കറുത്ത പടവുകളാണ്, ആയിക്കോട്ടെ, നോക്കിയിരിക്കൽ. ആ കഅബയിലേക്ക് നോക്കിയിരിക്കൽ കൂലിയാണ്. നിന്റെ കണ്ണിന്റെ കുളിർമ വഹുദൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും സന്മാർഗത്തിന്റെ ഗേഹമായി ഖുർആൻ പരിചയപ്പെടുത്തിയതാകുന്ന ആ വിശുദ്ധമായ ഗേഹത്തിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ കൂലി. അടുത്തത് വിശുദ്ധമായ മുസ്ഹഫ്. നിന്റെ വീട്ടിലുണ്ടല്ലോ, ആ ഖുർആൻ എടുത്ത് വെറുതെ ഒളു എടുത്തിട്ട് കിബിലക്ക് അഭിമുഖമായിരിക്കൻ നോക്ക്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മോമിനീങ്ങളെ, നമ്മൾ ഖുർആനുമായിട്ട് ബന്ധമില്ലാത്തവരാണ്, നമസ്കാരങ്ങൾ ചിട്ടവെക്കാത്തവരാണ്, ഇബാദത്തുകൾക്ക് കണിശത വെക്കാത്തവരാണ്. എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക? ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു തആല അൻഹുവിനെ പരിചയമില്ലയോ? ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു. ആരാണ് ഉസൈദ് ബിൻ ഹുദൈർ? ബഹുവന്നരാകുന്ന ഒരു സഹാബിയെ കൊണ്ടുവന്ന് ജനങ്ങൾ വിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ ബഖീൽ കൊണ്ടുവന്ന് മറപാടാത്തുനിയവയാണ് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു. ഖബറിന്റെ സമീപത്തുണ്ട് സഹോദരങ്ങളെ. ഖബറിന്റെ സമീപത്ത് നിലകൊള്ളുന്നതാകുന്ന ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ആ ഖബറിന്റേതാകുന്ന ഭീകരത ചിന്തിക്കുകയാണ്. ആർക്ക് നാലാകുന്ന ഖബറിന്റേതാകുന്ന ഭീകരത ചിന്തിച്ചുകൊണ്ട് ഫസയഖ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു അവിടുന്ന് മറിഞ്ഞു വീഴുകയാണ്, ബോധരഹിതനായി വീഴുകയാണ്. മറ്റൊരാളെ ഖബറടക്കുന്നത് കണ്ടിട്ട് ഖബറിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് ബോധം കെട്ട് വീഴുന്നതായ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു. സഹാബികൾ ആ സഹാബിയെ പോയി ഖബറടക്കുകയാണ്. ഏതൊരു മനുഷ്യനാണോ മരിച്ചു പോയത്, അദ്ദേഹത്തെ ഖബറടക്കിയതിന് ശേഷം അദ്ദേഹത്തെ കൊണ്ടുവന്നതാകുന്ന മയ്യത്ത് കട്ടിലിൽ ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിനെ കടത്തുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ്. ബഹുമാനപ്പെട്ടവർ വഫാത്തായതല്ല, ബഹുമാനപ്പെട്ടവർ മരിച്ചിട്ടില്ല, മറിച്ച് അദ്ദേഹം ഖബർ കണ്ടിട്ട് പേടിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ബോധരഹിതനായി വീഴുകയാണ്. നമ്മൾ ഇന്ന് ഖബർ കാണുമ്പോൾ പുഞ്ചിരിക്കുകയാണ്. ഖബറിന്റെ സമീപത്തിരുന്നുകൊണ്ട് ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യാൻ മടിയില്ലാത്ത യുവാക്കളാണ്. വാപ്പ മരിക്കുന്ന സമയം, ഉമ്മയെ കൊണ്ടുപോയി ഖബറടക്കുന്ന സമയം ആലിമീങ്ങളും സാദാത്യങ്ങളും മുത്തഅല്ലിമീങ്ങളും ചേർന്നിരുന്നുകൊണ്ട് ആ ഖബറിന്റെ സമീപത്തിരുന്നുകൊണ്ട് തൽക്കീൻ ചൊല്ലുമ്പോ, തസ്ബീഹ് ചൊല്ലുമ്പോ, വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ, എന്റേതാകുന്ന ഉമ്മയുടെ ഖബറിന്റെ ചാരത്ത് ആലിമീങ്ങൾ വന്നിട്ടുണ്ട്, മുത്തഅല്ലിമീങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുന്ന സുഹൃത്തുക്കളെ, ഖബറിനെ കുറിച്ച് പേടി എവിടെയാണ്? ഖബറിനെ കുറിച്ച് നമുക്ക് എവിടെയാണ് ഭയമുള്ളത്? ആ ഖബറിന്റെ സമീപത്ത് നിന്ന് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാണ്. ഉറക്കിൽ എഴുന്നേറ്റ ബഹുമാനപ്പെട്ടവർ ഖുർആനോത്തിന്റെ പിടിയിലകപ്പെടുകയാണ്. ജീവിതം മുഴുവനും ഖുർആനാണ്. ആ ഖുർആൻ നമ്മുടെ കാറ്റലോഗാണ്, നമ്മുടെ വഴികാട്ടിയാണ്. മുസ്ലിമേ, മുസ്ലിമത്തെ, ഖുർആൻ നമ്മുടെ കൈകൊണ്ടെന്ന് തൊടാത്തതാകുന്ന അവസ്ഥയാണ്. വീടിന്റെ അകത്തലങ്ങൾ TV സ്റ്റാൻഡുകൾ വെച്ചിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ, പള്ളിയുടെ അകത്തലങ്ങൾ വൈദ്യുത്തുകൊണ്ട് ഷെൽഫുകൾ വെച്ചിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ. ആ മനോഹരമായ ഖുർആൻ എന്തിനു വേണ്ടിയാണ് പടക്കപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ് ഇറക്കപ്പെട്ടത്? അത് ഓതാൻ വേണ്ടിയാണ്. എന്തേ മനുഷ്യ നീ ഓതാത്തത്? നിന്റെ ജീവിതത്തിൽ ഖുർആനുമായിട്ട് എന്ത് ബന്ധമാണ്? ഇന്നത്തെ പ്രഭാതം പോട്ടെ, ഇക്കഴിഞ്ഞ ഒരാഴ്ച പോട്ടെ, ഇക്കഴിഞ്ഞ ഒരു മാസം പോട്ടെ, ഇക്കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് പോലും വിശുദ്ധമായ ഖുർആൻ കൈകൊണ്ട് തൊടാത്തതാകുന്ന എത്രയോ മുസ്ലിമീങ്ങൾ, എത്രയോ പാവപ്പെട്ട മുസ്ലിമത്തുകൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ട്. വളരെ സ്നേഹത്തോടുകൂടി കുമ്മന മുസാദ് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഖുർആനോദനെ, ഖുർആനോദനെ ഹൃദയം തെളിയാൻ കാരണമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതാൻ നിലകൊള്ളുകയാണ്. പാതിരാത്രി സമയമായി, ലോകം മുഴുവനും ഉറങ്ങുന്ന സമയമായി, നിർനിദ്രനായി വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളവേ ബഹുമാനപ്പെട്ടവർ കാണുന്നു, തൊട്ടടുത്ത് തന്റെ കുതിര ആലയിൽ കെട്ടിയിരുത്തിയിരിക്കുകയാണ്. കുതിര അതിന്റെ ആലയിൽ കടന്നുകൊണ്ട് അതിശക്തമായി ശബ്ദമിടുകയാണ്, അതിശബ്ദമായി ശബ്ദിക്കുകയാണ്. രണ്ട് കാലുകൾ കുളമ്പടികൾ ഉയർത്തിക്കൊണ്ട് താഴെ കാഞ്ഞ് ചവിട്ടുന്നതായി കാണുകയാണ്. ബഹുമാനപ്പെട്ടവർ ഓതൽ നിർത്തുകയാണ്, അടുത്തേക്ക് ചെന്നുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. വീണ്ടും വന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുകയാണ്. ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് കടന്നു വന്നതാകുന്ന സഹാബിക്ക് പരിവർത്തനം അല്ലാഹു നൽകുകയാണ്. ആഖിറത്തെ പറ്റിയുള്ള ചിന്തയാണ്. നാളെ പാരത്രിക ലോകത്ത് എനിക്ക് രക്ഷപ്പെടണമെന്നുള്ള ചിന്തയിൽ വിശുദ്ധമായ ഖുർആൻ ഓതി തീർക്കാൻ തയ്യാറാവുകയാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്ത് വീണ്ടും നിലകൊള്ളവേ ബഹുമാനപ്പെട്ടവർ നോക്കുത്ത തന്റെ കുതിരയുടെ അതിശക്തമായ നിലയിൽ ശബ്ദിക്കുകയാണ്. രണ്ട് കാലുകൾ കുടമ്പലുകൾ ഉയർത്തിക്കൊണ്ട് അതിൻ്റെതാകുന്ന ആലയിൽ കടന്നുകൊണ്ട് അലമറയിട്ടുകൊണ്ട് അട്ടഹസിക്കുന്നതാകുന്ന കുതിരയുടെ സമീപത്തേക്ക് ബഹുമാനപ്പെട്ടവർ ഓതൽ നിർത്തിക്കൊണ്ടതിനെ ആശ്വസിപ്പിക്കുകയാണ്, അതിനെ സമാശ്വസിപ്പിക്കുകയാണ്. വീണ്ടും വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഖുർആൻ തുറന്നുകൊണ്ട് ഓതുമ്പോ ആകാശത്ത് നിന്നൊരു പ്രകാശം കാണുകയാണ്. ആ പ്രകാശം ഇതാ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തേക്ക്, അദ്ദേഹത്തിന്റെ വീടിന്റെ ഉള്ളിലേക്ക്, ചെറിയ കുടിലാണ് ഉസൈദ് ബിൻ ഹുദൈറിന്റെ മദീനയുടെ പള്ളിയുടെ പരിസരത്തുള്ളതാകുന്ന വീടാണ്. ആ വീട്ടിലേക്ക് ചെറിയ പ്രകാശം കാണുകയാ. ആകാശത്തിന്റെ സീമകളിൽ നിന്ന് കാണുന്നതാകുന്ന വലിയതാകുന്ന പ്രകാശം കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ടവർ വല്ലാതെ അന്താളിച്ചു പോയി. നോക്കുമ്പോൾ അത് കണ്ടുകൊണ്ടാണ് കുതിര രണ്ട് കാലുകൾ കുളമ്പടികൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി ശബ്ദിക്കുന്നത്. ഓടി നോക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകനാകുന്ന യഹ്യ എന്ന പൊന്നുമോന് ആ കുതിരയുടെ സമീപത്ത് പോയി നിൽപ്പുണ്ട്. കുതിരയെങ്ങാനും ചാടിയിട്ട് തന്റെ മകനെ ഉപദ്രവിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ ഖുർആൻ മടക്കി വെച്ചുകൊണ്ട് ഓടിച്ചെന്നുകൊണ്ട് യഹ്യ എന്ന പൊന്നുമോനെ എടുത്തുകൊണ്ട് വരികയാണ്. ആ കുതിരയെ ആശ്വസിപ്പിക്കുകയാണ്. നേരം വെളുത്തപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് വിളി കേട്ടപ്പോ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയ ഉസൈദ് സുബഹി നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹിയോട് കാര്യം പറയുകയാണ്. തലേ രാത്രിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി റസൂലേ, എന്താണ് റസൂലേ അതിനുള്ള കാരണം? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഉസൈദേ ഉസൈദേ, ആകാശ സീമകളിൽ നിന്ന് നീ കണ്ട പ്രകാശം നിന്റെ വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. സുബ്ഹാനല്ലാഹ്, തനസ്സലുൽ മലായികതു വറൂഹു ഫിഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദ്റിന് പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങാതെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് റമദാനിന്റെ ഒറ്റയൊറ്റ രാവുകൾ ഇബാദത്തെടുക്കാൻ സജ്ജരാകുന്നവരെ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തേ, ആ ലൈലത്തുൽ ഖദ്റിൽ ഉറങ്ങാതെ ഉറക്കമടിച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ തയ്യാറെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഖുർആൻ ഇറക്കപ്പെട്ട രാവാണ്. ആ രാവിലെ പ്രഭാതം വരെ മലക്കുകൾ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് നിൽപ്പാണ്. അതിന് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഉസൈദേ ഉസൈദേ, ലൗ ഖറഅത ഹത്തൽ ഫജ്ർ, നീ പ്രഭാതം വരെ വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊണ്ടിരുന്നുവെങ്കിൽ ആ മലക്കുകൾ ഭൂമിയിൽ ഇറങ്ങി വന്ന് നിന്റെ വീട്ടിൽ നിറഞ്ഞേനെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നേരം വെളുക്കുമ്പോൾ ജനങ്ങൾക്ക് കാണാമായിരുന്നു, മലക്കുകളെ നിന്റെ വീട്ടിൽ കാണാമായിരുന്നു. ഉസൈദേ, നിന്റെ ഖുർആനോത്തിന്റെ ശക്തി കാരണമായിട്ടാ നിന്റെ വീട്ടിലേക്ക് കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് മലക്കുകൾ കടന്നു വരുന്നത്. ആ മലക്കുകളുടെ വരവ് കണ്ടുകൊണ്ട് ആഹ്ലാദ ചിത്തരായിട്ടാണ്, കുതിരത് മനസ്സിലാക്കിയിട്ടാണ് കുടമ്പടികൾ ഉയർത്തിക്കൊണ്ട് ചാടിയത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ മുസ്ലിമേ, പഠിച്ചു വെക്കണേ ഉമ്മമാരെ. നമ്മുടെ വീട്ടിൽ ഖുർആനുണ്ട്, പക്ഷെ നമ്മുടെ വീട്ടിൽ മലക്കില്ല. നമ്മുടെ വീട്ടിൽ തസ്ബീഹുണ്ട്, പക്ഷേ നമ്മുടെ വീട്ടിൽ ദിക്റില്ല. നമ്മുടെ വീട്ടിൽ മലക്കുകൾ കടന്നു വരുന്നില്ല. ഖുർആനിന്റെ വീടല്ല നമ്മുടെ വീട്. ഖുർആനില്ലാത്ത വീട് പൊളിഞ്ഞ വീട് പോലെയാണ്. ഖുർആനില്ലാത്തതെന്നല്ല,
വല്ലദീ ലാ യഖറഉ ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഓതാത്ത വീട് പൊളിഞ്ഞ വീട് പോലെയാണ്. നമ്മുടെ വീട്ടിൽ ഖുർആൻ ഓതലുണ്ടോ? യാസീൻ ഓതലുണ്ടോ? വാഖിഅ സൂറത്ത് ഓതലുണ്ടോ? സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവരുണ്ടോ? സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നവരുണ്ടോ? പൈശാചിക ഉപദ്രവമുണ്ടോ ഉസ്താദേ എന്ന് പറയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തജഅലൂ ബുയൂതകും മഖാബിറ ഫഇന്നൽ ബൈതല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ ഒരിക്കലും പിശാച് കടക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. റസൂലുള്ളാഹിയുടെ വാക്ക് തൃണവൽക്കരിച്ചുകൊണ്ട് നിലകൊള്ളരുത്. മുസ്ലിമേ, മുസ്ലിമത്തേ, എന്റെ ഭാര്യയ്ക്ക് പൈശാചികതയാണ് ഉസ്താദേ, എന്റെ പെങ്ങൾക്ക് പൈശാചികതയാണ് ഉസ്താദേ, എന്റെ മകന് എന്റെ മകൾക്ക് എനിക്ക് പൈശാചികതയുണ്ട് എന്ന് വിളംബരം നടത്തുന്ന മുസ്ലിമേ, മുസ്ലിമത്തേ, എല്ലാ ദിവസവും സൂറത്തുൽ ബഖറ ഒന്ന് പാരായണം ചെയ്തു നോക്ക്. വേണ്ട ആഴ്ചയിൽ ഒന്ന് പാരായണം ചെയ്യ്. പിശാച് വീട്ടിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓതണം. നമ്മൾ ഖുർആനായിട്ട് ഒരു ബന്ധമില്ല, പിന്നെ അങ്ങനെ നമ്മൾ രക്ഷപ്പെടും? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ദുനിയാവിന്റെ പുറകെ പോയിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫവല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളാണ്. നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളാണ്. മൽ ഫഖറ അഖ്ശാ അലൈക്കും. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല. റസൂലുള്ള പറയാണ്, എന്ത് നിങ്ങളുടെ മേൽ ഞാൻ ദാരിദ്ര്യം ഭയക്കുന്നില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളെന്താ ഭയക്കുന്നത്? ദാരിദ്ര്യം ഭയക്കാണ് അല്ലേ? നബി തങ്ങൾ പറയുന്നു, ഫവല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും. അല്ലാഹുവിനെ തന്നെ സത്യം, നിങ്ങൾക്ക് ദാരിദ്ര്യം ഞാൻ ഭയക്കുന്നില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. മറിച്ച് ഞാൻ ഭയക്കുന്നത് എന്താണെന്നറിയോ? വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയാ കമാ ബുസിതത അലാ മൻ കാന ഖബ്ലകും. മുൻഗാമികളാകുന്ന ആളുകൾക്ക്, ഖാറൂനിന്, നമ്രൂദിന്, ഫിർഔനിന്, ഹാമാനിനടക്കം അല്ലാഹു കൊടുത്തിരിക്കുന്നതാകുന്ന ദുന്യവിയാകുന്ന ആസ്വാദനങ്ങൾ കൊടുത്തതുപോലെ ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങൾ ഇഷ്ടപ്പെടലാണ്. അതിനോടുള്ള താല്പര്യമാണ് ഞാൻ ഭയക്കുന്നത് നിങ്ങളുടെ മേലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ ആഘോഷങ്ങൾക്കപ്പുറം രണ്ട് പെരുന്നാൾ നിങ്ങൾക്ക് ആഘോഷങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന് ചെറിയ പെരുന്നാൾ, മറ്റൊന്ന് ബലിപെരുന്നാൾ. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കല്യാണം നിങ്ങളൊരാഘോഷമാക്കി. ആ കല്യാണത്തിന്റെ ഒരു മാസം മുമ്പേ ആഘോഷങ്ങളാണ്. മഞ്ഞ കല്യാണം എന്ന പേരിൽ എത്രയെത്ര ഡ്രസ്സുകളാണ് നിങ്ങൾ വാരിക്കൂരി കൂട്ടുന്നത്. എല്ലാവരും കല്യാണത്തിന്റെ സുദിനത്തിൽ ഒരേ ഡ്രസ് കോഡാണ്. ഭർത്താവിനൊരു ഡ്രസ്സ്, ഭാര്യയ്ക്കൊരു ഡ്രസ്സല്ല. ഒരു വീട്ടിലുള്ളവരെല്ലാവരും ഒരേ നിറത്തിൽ, എല്ലാവർക്കും ഒരു ഡ്രസ് കോഡ്. ഇത് ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നീട് ഇലാ യൗമുൽ ഖിയാമത്ത് ധരിക്കാനും പറ്റൂല. ആ രീതിയിലുള്ള ഡ്രസ് കോഡാണ്. എല്ലാവർക്കും വിവിധമാകുന്ന വസ്ത്രങ്ങളാണ്, വിവിധങ്ങളാകുന്ന കളിക്കോപ്പുകളാണ്, വിവിധങ്ങളാകുന്ന ഗാനമേള ട്രൂപ്പുകളാണ്, വിവിധങ്ങളാകുന്ന പാട്ടരങ്ങുകളാണ്, വിവിധങ്ങളാകുന്ന ഭക്ഷണ പാർട്ടികളാണ്. എല്ലാം ധൂർത്തും ദുർവ്യയം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പൈസയൊന്നുമില്ല, 5 പൈസയൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഗരിമ കാണിക്കാൻ മകളുടെ കല്യാണം നാട്ടുകാരൊക്കെ അറിയണം, എല്ലാവരും ഞെട്ടണം. അതിനുവേണ്ടി ലക്ഷങ്ങൾ പൊടിക്കാൻ വാപ്പ ലോൺ എടുത്തിരിക്കുകയാണ് ബാങ്കിൽ നിന്ന്. പൈസ ഇങ്ങനെ കൊണ്ടുവന്ന് പൊടിക്കാൻ. ഞാൻ നിങ്ങളുടെ മേൽ ഭയക്കുന്നത് അതാണ്, ദുന്യാവാണ് ഭയക്കുന്നതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നബി ഭയന്നത് തന്നെ സംഭവിച്ചു ഇന്ന്. എന്നിട്ട് നബി പറയാൻ നിർത്തുന്നില്ല, ഫതനാഫസുഹാ കമാ തനാഫസുഹാ. മുൻഗാമികളാകുന്ന ആളുകൾ ഖാറൂനും നമ്രൂദും ഫിർഔനും ഹാമാനും ശദ്ദാദും ഒക്കെ എത്രമാത്രം താല്പര്യം സമ്പത്തിനോട് കാണിച്ചു, അതേപോലെ നിങ്ങളും
സമ്പത്തിന് വേണ്ടി മത്സരിക്കുമേ, അതിനുവേണ്ടി മത്സര്യ ബുദ്ധിയോടുകൂടി നിങ്ങൾ നിലകൊള്ളുമേ. 1 ലക്ഷം രൂപ കൊണ്ട് മതിയാക്കാമെന്ന് നിങ്ങൾ കരുതുകയില്ല. 2 ലക്ഷം വേണം. 2 ലക്ഷം കിട്ടുമ്പോൾ കരുതും 3 ലക്ഷം വേണം. 3 കിട്ടുമ്പോൾ അത് 10 വേണം. 10 കിട്ടുമ്പോൾ അത് 20 വേണം. 20 കിട്ടുമ്പോൾ അത് 40 വേണം. 40 കിട്ടുമ്പോൾ അത് 60 വേണം. 60 കിട്ടുമ്പോൾ അത് 1 കോടി വേണം. ഇങ്ങനെയുള്ള ചിന്തകളായിട്ട് നിങ്ങൾ പോകുമേ. നിങ്ങൾ ഭൗതികത്തോട് മത്സരിക്കുമേ. ഇത് തന്നെയാണ് മുൻഗാമികൾ ചെയ്തത്. കമാ തനാഫസുഹാ, മുൻഗാമികളാകുന്ന ആളുകൾ മത്സരിച്ചതും അത് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം മാ ഇന്ന മഫാതിഹഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവാ. 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ളതായ നിധി കുമ്പാരങ്ങളുടെ താക്കോൽ കൂട്ടം തന്നെ ഖാറൂൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ധനികൻ ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധികളല്ല, നിധി കുമ്പാരങ്ങളുടെ താക്കോൽ കൂട്ടമുണ്ടായിരുന്നുവെന്ന് വിശുദ്ധമായ ഖുർആൻ. 2 വലിയ ലോറി, പാണ്ടി ലോറി നമ്മൾ പറയും, നാഷണൽ പെർമിറ്റ് ലോറി വഹിക്കുന്ന ഭാരം വഹിക്കും ആര്? ഒരൊട്ടകം വഹിക്കും. വലിച്ചോണ്ട് പോകും, ഒരു കുഴപ്പമില്ല, ഒട്ടകത്തിന് സാധിക്കും. അപ്പൊ 72 ഒട്ടകങ്ങൾ വഹിക്കാൻ മാത്രമുള്ള സ്വർണത്തിന്റെയും വെള്ളിയുടെയും വൈഡൂര്യത്തിന്റെയും മാണിക്യത്തിന്റെയും ഒക്കെ താക്കോലല്ല, അതിന്റെയൊക്കെ കലവറകളല്ല, അതിന്റെയൊക്കെ താക്കോൽ കൂട്ടം. അപ്പൊ എത്രയാണ് താക്കോലാണ് ഈ പറയുന്നത്. മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തുന്നു 72 ഒട്ടകങ്ങൾ വഹിക്കാൻ മാത്രമുള്ളതാകുന്ന വലിയതാകുന്ന സൂക്ഷിപ്പിന്റെ നിധികുംഭാരത്തിന്റെ താക്കോൽ കൂട്ടമുണ്ടായിരുന്നു. ആർക്ക്? ഖാറൂൻ എന്ന് പറയുന്ന മുതലാളിക്ക്. അങ്ങനത്തെ പണക്കാരൊക്കെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് മനസ്സിലായിക്കോ. അങ്ങനത്തെ ധനികരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ. ഖുർആൻ പറയുകയാണ്, ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസാ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിലായിരുന്നു ഖാറൂൻ എന്ന് പറയുന്ന ഈ ധനികനുണ്ടായിരുന്നത്. മിനിറ്റിന് ഡ്രസ് മാറുന്ന വ്യക്തിയാണ്, മിനിറ്റിന് ചെരുപ്പ് മാറുന്ന വ്യക്തിയാണ്. ഇടുന്നതെല്ലാം സ്വർണമാണ്, കഴിക്കുന്ന പാത്രം സ്വർണം, കുടിക്കുന്ന ഗ്ലാസ് സ്വർണം, എല്ലാം സ്വർണത്താൽ നിറയ്ക്കപ്പെട്ടതാണ്. മനോഹരമാകുന്ന കൊട്ടാരം മുത്തിനാലും പവിഴത്തിനാലും സ്വർണത്താലും വൈഡൂര്യത്താലും മാണിക്കത്താലും നിർമ്മിക്കപ്പെട്ടതാകുന്ന കൊട്ടാരത്തിനുള്ളിൽ ആയിരക്കണക്കിന് പരിചാരകർക്കിടയിൽ വലിയ സന്തോഷവാനായി കഴിഞ്ഞിരുന്നതായ ഖാറൂൻ ആ നാട്ടിലുള്ളതാകുന്ന പാവപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരിമാർക്ക് സമ്പത്ത് കൊടുത്തിട്ട് വില പറയുകയാണ്. നാട്ടിലുള്ള യുവാക്കൾക്ക് സമ്പത്ത് കൊടുത്തിട്ട് പറയുകയാണ്, പോയി ഇഷ്ടം പോലെ അന്യ സ്ത്രീകളുമായി പെരുമാറിക്കോ, ശാരീരികമാകുന്ന ബന്ധപ്പെടൽ നടത്തിക്കോ, വഴങ്ങാത്തവർക്ക് പണം കൊടുത്തോ, സ്വർണം വാരിയിട്ട് കൊടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ ആത്മീയത കളഞ്ഞു കുടിച്ചതാകുന്ന ഖാറൂൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചപ്പോ 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധികുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടമുണ്ടായിരുന്ന ഖാറൂൻ എങ്ങനെയാണ് നശിച്ചതെന്നറിയുമോ? ലഖസഫിനാ ബിഹി വബിദാരിഹിൽ അർവാ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്, അവനെയും അവന്റെ കെട്ടിട സമുച്ചയങ്ങളെയും അവൻ്റെതാകുന്ന സാമ്പത്തിക സ്രോതസ്സുകളെയും ഈ ഭൂമിയിലേക്ക് അങ്ങ് ആഴ്ത്തിക്കളഞ്ഞു എന്ന് വിശുദ്ധമായ ഖുർആൻ. എല്ലാം ഭൂമിയിലേക്ക് അങ്ങ് ആഴ്ത്തിക്കളഞ്ഞു, അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. നാളെ ഖിയാമത്ത് നാള് വരെ അവനിങ്ങനെ ഇഞ്ചിഞ്ചായി ഭൂമിയിലേക്ക് ഇങ്ങനെ സെക്കൻഡ് ബൈ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ഈ വാക്ക് പറയുന്ന സന്ദർഭത്തിനും അവന് കൊടുക്കുന്ന ശിക്ഷയതാ. എന്താ അതിന്റെ കാരണം? സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, ആ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് ധനം കൊടുത്തിട്ട് സമ്പത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നല്ല സുന്ദരികളാകുന്ന ഇസ്രായേലി ജനതയിലെ പെൺകുട്ടികളുമായി ശാരീരികമായി ബന്ധപ്പെടാൻ നിങ്ങൾ തയ്യാറായിക്കോ. ആരെങ്കിലും വശംവദനാകുന്നില്ലെങ്കിൽ സ്വർണം കൊടുക്ക്, പൈസ കൊടുക്ക്, ഇഷ്ടം പോലെ കൊടുക്കണം, പണം കൊടുക്കണം. ആവശ്യത്തെ നാട്ടില് അനാവശ്യമായ രീതിയിൽ പണം ചെലവഴിച്ചു. സമ്പത്തുള്ളവരെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് പരിശുദ്ധമായ ദീനിന് ഉപകരിക്ക്. ഗാനമേള ട്രൂപ്പുകൾക്ക് നിങ്ങൾ കൊടുക്കാതെ,
അശ്ലീലമാക്കപ്പെട്ടതാകുന്ന സിനിമാറ്റിക് ഡാൻസ് നടക്കുന്നതാകുന്ന പരിപാടികൾക്ക് നിങ്ങൾ നൽകാതെ ആത്മീയമാകുന്ന മജ്ലിസുകൾക്ക് നിങ്ങൾ ചെലവഴിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എങ്കിൽ നിങ്ങൾ ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരൂല. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലക്കാരനായ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കെട്ടിട സമുച്ചയങ്ങളെയും കോടികൾ വില മതിക്കുന്നതാകുന്ന കെട്ടിട സമുച്ചയങ്ങളെയും അള്ളാഹു ഭൂമി പിളർന്ന് താഴ്ത്തിക്കളഞ്ഞു എന്ന് വിശുദ്ധമായ ഖുർആൻ. പണം കൊണ്ട് അഹങ്കരിച്ചവരെല്ലാം അള്ളാഹു നശിപ്പിച്ചില്ലയോ? കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ. അബൂജഹലിനെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, സ്വന്തം ഐശ്വര്യവാനായി ധരിച്ചിരുന്ന വ്യക്തിയല്ലേ അബൂജഹൽ? വലിയ ധനാഢ്യനായിരുന്നില്ലയോ? മക്കയിലെ കുഫാറുകളുടെ തലവനായിരുന്നില്ലയോ? ആ പണത്തിന്റെ പളവളപ്പിൽ വിരാജിച്ചതുകൊണ്ടാണല്ലോ റസൂലുള്ള പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ സുജൂദിൽ കിടക്കുന്ന പരിശുദ്ധ പ്രവാചകനിലേക്ക് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലയിട്ട് റസൂലുള്ളയെ ബുദ്ധിമുട്ടിച്ചതാകുന്ന വ്യക്തിയല്ലയോ? എവിടെ പോയി അബൂജഹൽ? എവിടെ പോയി അബൂലഹബ്? എവിടെ പോയി ഹാമാൻ? എവിടെ പോയി ശദ്ദാദ്? എവിടെ പോയി? ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലുള്ള ശദ്ദാദ് അന്ന് വലിയ സ്വർഗം നാട്ടിൽ പണിതവനല്ലയോ? എല്ലാരെയും അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും ഭരണം നടത്തിയതാകുന്ന ഫിർഔൻ എവിടെ പോയി? നമ്രൂദ് എവിടെ പോയി? സഹോദരങ്ങളെ പറയൂ സഹോദര, എല്ലാവരെയും അള്ളാഹു ഉന്മൂലനം ചെയ്തു. എന്താണ് കാരണം? സമ്പത്തിൻ്റെതാകുന്ന സോപാനത്തിൽ വിരാജിച്ചപ്പോ അള്ളാഹു നൽകിയ സമ്പത്താണെന്നുള്ള കാര്യം മറന്ന് പാവങ്ങളുടെ കണ്ണീരപ്പാതെ നിരാരംഭരക്ക് അവലംബമാകാതെ ഔലിയാക്കളെ സ്നേഹിക്കാതെ അമ്പിയാക്കളെ ആദരിക്കാതെ മഹാന്മാരെ ബഹുമാനിക്കാതെ പണത്തിന്റെ പളവളപ്പിൽ വിരാജിച്ചുകൊണ്ട് നടന്നവരാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ള പറയുന്നു, നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് ദാരിദ്ര്യത്തെയല്ല സ്വഹാബ, ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല, മറിച്ച് ഞാൻ ഭയക്കുന്നത് ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങൾ കൂടിപ്പോകുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആസ്വാദനങ്ങൾ കൂടുമ്പോൾ നിങ്ങൾ അത് കൂടുതൽ കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുക മാത്രമല്ല, ഫതുഹ്ലികകും കമാ അഹ്ലകതും, മുൻഗാമികളാകുന്ന ഖാറൂനും ഹാമാനും ശദ്ദാദും ഒക്കെ നശിച്ചതുപോലെ സമ്പത്തിൻ്റെതാകുന്ന ആധിക്യത്താൽ അള്ളാഹനെ മറന്ന് ജീവിച്ചപ്പോൾ അവർ അള്ളാഹു നശിപ്പിച്ചതുപോലെ നിങ്ങളും ഈ ഭൗതിക ലോകത്ത് നശിച്ചു പോകുമേ, അതാണ് ഞാൻ ഭയക്കുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ, അള്ളാഹു ആക്കട്ടെ. അതുകൊണ്ട് ഉള്ള സമ്പത്ത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കും, മഹാന്മാരുടെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കും. നമ്മൾ ഇത്രയും കാലം എന്താ ചെലവഴിച്ചത് ദീനിന് വേണ്ടി? ഒന്ന് ചിന്തിച്ചു നോക്ക്.